അന്യ മതത്തിലുള്ളവരുമായിട്ട് സംസർഗത്തിലായപ്പോൾ ഇവരെ അശുദ്ധരെന്ന് പറഞ്ഞിട്ട് യഹൂദ ജനത തന്നെ ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. പിന്നീട് യേശു ഈ സമരായ സ്ത്രീയോട് സംസാരിച്ച് സമരിയ ദേശത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചതുവരെ ഇവര് അശുദ്ധരായി തന്നെ കണക്കാക്കപ്പെട്ടു. ഈശോയിൽ വിശ്വസിച്ചു, ഈശോയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടും ഇവരുടെ ഉള്ളിൽ ഒരു തീക്ഷ്ണതയോ അല്ലെങ്കിൽ വിശ്വാസത്തിന് ഒരു ജീവനോ ഒരു സന്തോഷമോ ഒന്നും ഇവർക്ക് തോന്നിയില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ഇവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഇവരുടെ ശിരസിൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയതിനു ശേഷം അവരുടെ ജീവിതം തന്നെ മാറുകയാണ്. ആ സമരിയ പ്രദേശത്ത് മുഴുവനും ഒരു വലിയ സന്തോഷം ഉണ്ടാവുകയും അവരെല്ലാവരും ധീരതയോടുകൂടെ ക്രിസ്തുവിന് പിന്നീട് സാക്ഷ്യം നൽകുകയും ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നടക്കുന്ന സംഭവം തന്നെയാണ്. നമ്മൾ ഈശോയുടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്തകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാലും ഒരു ശൂന്യത പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ അലട്ടുന്നുണ്ട്. ഒരു തീക്ഷ്ണത ഇല്ലായ്മ നമ്മെ പിന്തുടരുന്നത് പോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. ഈ അവസരത്തിലാണ് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസത്തിന് ഒരു പുതുജീവനും നമ്മുടെ വിശ്വാസത്തിന് ഒരു പുതിയ ഒരു തീക്ഷ്ണമായ അനുഭവം നൽകുവാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് എന്താ ചെയ്യുന്നത്? 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. ആദ്യത്തത് നമ്മെ വിശദീകരിക്കുന്നു. എന്തിന് വിശദീകരിക്കുന്നു? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പാപം മൂലം ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അകന്നുപോയി. ഈ അകന്നുപോയ നമ്മളെ അതേ വിശുദ്ധി വീണ്ടെടുത്ത് ദൈവപിതാവിനോട് ചേർത്ത് നിർത്തി